സ്വാഗതം ഇൻസൈറ്റിലേക്ക്. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ ഇപ്പോൾ ഏത് പാർട്ടിയിലാണ് എന്ന് അദ്ദേഹം തന്നെ പറയട്ടെ എന്ന് കോൺഗ്രസ് നേതാവും KPCCയുടെ മുൻ പ്രസിഡന്റും ഒക്കെ കെ മുരളീധരൻ പറയുന്ന കാഴ്ച നമ്മളത് കണ്ടു. കഴിഞ്ഞ 2 ദിവസമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരിനെ നേരിട്ടല്ലാതെയും വിമർശിക്കുന്നുണ്ട് പല കാരണങ്ങളാൽ. ഇന്നത്തെ കാരണം അദ്ദേഹം ദീപിക ദിനപത്രത്തിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് എഴുതിയ ലേഖനമാണ്. അടിയന്തരാവസ്ഥയുടെ പാഠങ്ങൾ എന്ന പേരിൽ അടിയന്തരാവസ്ഥക്കാലത്ത് നടന്ന അതിക്രമങ്ങളെ അദ്ദേഹം വിശദീകരിക്കുകയും അതിൽ നിന്ന് എന്തൊക്കെ പാഠങ്ങൾ ഈ പുതിയ കാലത്ത് ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന് പറയുകയും ചെയ്യുകയാണ് ആ ലേഖനത്തിൽ. ഇന്നലെ ഉണ്ടായത് വോട്ട് വൈബ് എന്ന ഒരു പ്രസ്ഥാനം, വോട്ട് വൈബ് എന്ന് പറയുന്ന അമിതാഭ് തിവാരി, അദ്ദേഹത്തിന് ഒരു ജേർണലിസ്റ്റാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥാപനം. ആ സ്ഥാപനം നടത്തിയൊരു സർവേയുടെ ഫലം ശശി തരൂർ ഇന്നലെ പങ്കുവച്ചിരുന്നു. UDF നിന്ന് ആര് മുഖ്യമന്ത്രിയാകണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് വോട്ട് വൈബ് നടത്തിയ സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത് അത് ശശി തരൂരിനാണ് ഏറ്റവും കൂടുതൽ പേരുടെ പിന്തുണ എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ VD സതീശൻ, അതിനുശേഷം രമേശ് ചെന്നിത്തല. ആ ക്രമത്തിലാണ് ആ സർവേയുടെ ഫലം വരുന്നത്. ആ സർവേയിൽ ഇടതുപക്ഷത്തിൻ്റെ കാര്യവും പറയുന്നുണ്ട്. ഇടതുപക്ഷത്ത് KK ശൈലജയ്ക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത, കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നത് എന്ന് അവർ പറയുന്നുണ്ട്. തൊട്ടുപിറകിൽ പിണറായി വിജയനുണ്ട്. ഇങ്ങനെയാണ് ആ സർവേ ഫലം വന്നിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹം ആ സർവേ ഫലം X അക്കൗണ്ടിലൂടെ ശശി തരൂർ തന്നെ പങ്കിട്ടു. അതിനെ തുടർന്നാണ് ഇന്നലെ അദ്ദേഹത്തിന് നേരെ വിമർശനം ഉണ്ടായത്. അതിൻ്റെ തൊട്ടുപിറകെ ഇന്ന് ലേഖനം വന്നതിന് ശേഷമാണ് ശശി തരൂർ ഏത് പാർട്ടിയിലാണ് എന്ന് അദ്ദേഹം തന്നെ പറയട്ടെ എന്ന് കെ മുരളീധരൻ. ഈ വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമുക്കിപ്പം ദാമോദർ പ്രസാദ് ഉണ്ട്. നമ്മൾ ഈ തരൂരിൻ്റെ കാര്യം നേരത്തെ ഒരിക്കൽ സംസാരിച്ചിരുന്നു. അന്ന് ഈ അദ്ദേഹം പ്രധാനമന്ത്രി നിശ്ചയിച്ചത് പ്രകാരം ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ കാര്യം വിശദീകരിക്കാനുള്ള പ്രതിനിധി സംഘത്തിൻ്റെ നേതാവായിട്ട് പോകാൻ തീരുമാനിക്കുകയും അത് കോൺഗ്രസ് അറിയാതിരിക്കുകയും കോൺഗ്രസ് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഞാൻ പോകും എന്ന് അദ്ദേഹം പറയുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യമായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം ലേഖനം എഴുതി നരേന്ദ്രമോദിയെ ഏതാണ്ട് പ്രകീർത്തിച്ചുകൊണ്ട്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ അന്ന് സംസാരിച്ചത്. ഇതൊക്കെ ആണെങ്കിലും തരൂർ ഒരു അടിസ്ഥാനപരമായി ഒരു മതനിരപേക്ഷ വ്യക്തിയായി തുടരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സും അദ്ദേഹത്തിൻ്റെ രീതികളും ഒക്കെ കണ്ടുകഴിഞ്ഞാൽ ഇന്നത്തെ ഈ ലേഖനത്തിൽ പോലും ചെറിയ രീതിയിലാണെങ്കിൽ പോലും അതിൽ നിന്ന് ഉൾക്കൊണ്ടേണ്ട പാഠം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജാഗരൂകരായിരിക്കേണ്ടതിൻ്റെ പാഠമാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്താ ഈ 2 ഇൻസിഡൻറ്റും വെച്ച് തോന്നുമ്പോൾ ദാമോദർ പ്രസാദിന് തോന്നുന്നുണ്ട്? അതായത് അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷമാണ്. അടിയന്തരാവസ്ഥ 50-ാം വർഷം അടിയന്തരാവസ്ഥ 1975-77 കാലഘട്ടത്തിൽ നടന്ന നിഷ്ഠൂരമായ ഭരണ നടപടികളും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഗൗരവമായിട്ട് ഏകാധിപത്യത്തിനെക്കുറിച്ച് ഗൗരവമായി ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയിൽ പല ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്, പല ആൾക്കാരിനെക്കുറിച്ച് എതിരഭിപ്രായം പറയുന്നുണ്ട്. നമ്മൾ ഓർക്കുകയാണെങ്കിൽ അടിയന്തരാവസ്ഥയെ ഒരു തരത്തിൽ കോൺഗ്രസ് പൊതുവായും തള്ളി പറഞ്ഞാലും രാഹുൽ ഗാന്ധി തൻ്റെ ആ അടിയന്തരാവസ്ഥയെ തിരുത്താൻ അങ്ങനെ ഒരു പ്രകടനം നടത്തി, ഒരു തവണ അഭിപ്രായം പ്രകടനം നടത്തി. അടിയന്തരാവസ്ഥ തെറ്റായിരുന്നു രീതിയിൽ ഒരു സൂചന നിൽക്കുന്ന വിധത്തിലും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ആരും ഒരു നല്ല രീതിയിലും അടിയന്തരാവസ്ഥയെക്കുറിച്ച് ആരും സംസാരിക്കുന്ന വസ്തുവാണ്. പക്ഷേ അതേസമയം അടിയന്തരാവസ്ഥ ഓർക്കുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് 50 വർഷം കഴിഞ്ഞ് ഓർക്കുന്ന സമയത്ത് അടിയന്തരാവസ്ഥയിൽ നമ്മുടെ പാഠങ്ങൾ എന്താണ് പഠിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ജനാധിപത്യം എത്രമാത്രം അടിയന്തരാവസ്ഥ ക്ഷീണിപ്പിച്ചു, അതുപോലെ ഇന്നത്തെ ജനാധിപത്യത്തിൽ എങ്ങനെയാണ് അടിയന്തരാവസ്ഥ സ്വഭാവം പ്രകടമാകുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തരൂരിൻ്റെ ലേഖനം ആ കാലത്ത് അടിയന്തരാവസ്ഥ അനുസ്മരിച്ചുകൊണ്ട് രാജീവ് ശരിയായി സൂചിച്ച പോലെ ഇന്ന അനുഭവ പാഠങ്ങൾ പറയുന്നത്. പക്ഷേ അനുഭവ പാഠങ്ങൾ എന്ന് പറയുന്നത് സാമാന്യമായിട്ടുള്ള അനുഭവ പാഠങ്ങളാണ് പറയുന്നത്. അത് ഒരു ആഗോള സാഹചര്യത്തെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഭൂരിപക്ഷാത്മകമായിട്ടൊരു സംവിധാനം മറ്റ് പാർലമെൻ്ററി നടപടികളൊക്കെ ലംഘിച്ചുകൊണ്ട് ആധിപത്യം, അതൊക്കെ നമുക്ക് സൂചനയായിട്ട് വേണമെങ്കിൽ കാണാം. പക്ഷേ അവിടെ വ്യക്തമായിട്ടും ഒരു കാര്യം തരൂരിന് പറയാതിരുന്നത് 2024 സംവിധാന ഹത്യാ ദിവസം എന്ന് പറഞ്ഞ് ഇത് ആചരിക്കണം, ജൂൺ 25 ആചരിക്കണം അമിത്ഷാ പറഞ്ഞ സമയത്ത് തരൂരിനോട് പ്രതികരിച്ചിട്ടുണ്ട്. തരൂർ എന്ന് പറയുന്നത് ഭരണഘടന വിരുദ്ധമായിരുന്നില്ല. ഭരണഘടനയുടെ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ്, ഈ 352 വകുപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഡിക്ലെയർ ചെയ്തെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അകത്ത് എക്സസ് ഉണ്ടായിരുന്നാണ് അതിൻ്റെ അകത്ത് ഭരണപരമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടായെങ്കിലും ഇങ്ങനെ പറഞ്ഞത്. ഇന്ന് നമ്മൾ കാണുക, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുക എന്തൊക്കെയാണ് തുടച്ചു നിൽക്കുന്നത്, ഏതൊക്കെ തരത്തിലാണ് സെൻസർഷിപ്പ് പേരിൽ നിൽക്കുന്നുണ്ടോ, ജുഡീഷ്യൽ പുറത്തുള്ള അപ്രമാദം നിലനിൽക്കുന്നുണ്ടോ, ഭൂരിപക്ഷാത്മക പ്രതിപക്ഷത്തെ എന്താ പറയുക ദുർബലപ്പെടുത്തുന്നുണ്ടോ, അറസ്റ്റുകൾ നടക്കുന്നുണ്ടോ, അതുപോലെ അന്നത്തെ മിസാ നിയമം പോലെ UAP എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ വെളിച്ചം വീശേണ്ടതാണ്. അതിന് എടുത്തു പറയുന്ന കാര്യം രാജീവ് പറഞ്ഞ ശരി, ആ ലേഖനത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. അത് അദ്ദേഹം വളരെ ശ്രദ്ധയായിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു. അദ്ദേഹത്തിന് എടുത്തു പറയാൻ വരുന്നത് കുറച്ചും കൂടി ഈ എന്താ പറയുക രാജ്യദ്രോഹിയായിട്ട് മുദ്രകുത്തും എന്ന് പറയുന്നുണ്ട്. അത് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം നമ്മളിന്ന് കണ്ടുവരുന്ന പ്രവണതയാണ് എന്ത് പറഞ്ഞാലും ഭരണത്തിനെതിരെ സംസാരിച്ച രാജ്യദ്രോഹിയെ മുദ്രകുത്തുന്ന പ്രവണത.
അത് അടിയന്തരാവസ്ഥക്കാർ രാജ്യദ്രോഹി നിലയ്ക്കല്ല പറഞ്ഞിരുന്നത്, അടിയന്തരാവസ്ഥയിൽ വേറെ തരത്തിലാണ് ഇതിനെ കണ്ടിരുന്നത്. ഇന്ന് രാജ്യദ്രോഹി നമുക്ക് എന്താ പറയുക, രാജ്യദ്രോഹിയെക്കുറിച്ച് കുറച്ചും കൂടി വ്യക്തമായിട്ടൊരു ചിത്രം ബി ജെ പി നൽകുന്നുണ്ട്. രാജ്യദ്രോഹിയാണ് ബി ജെ പിക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെ, ഹിന്ദുത്വത്തിനെതിരെ തുടങ്ങി സംസാരിക്കുന്നവരാണ് രാജ്യദ്രോഹി എന്ന് വിവക്ഷിക്കുന്നത്. അതിൽ രാജ്യത്തെ സങ്കല്പത്തെക്കാൾ കൂടുതൽ ആ രീതിയിലാണ് നമ്മൾ ഒരുപക്ഷെ ഒരു മതേതര കാഴ്ചപ്പാട് പറയുന്ന ഒരാളെ സംബന്ധിച്ച് പോലും എന്നീ വിഷയത്തിൽ അതിൻ്റെ വിവക്ഷകൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യദ്രോഹിയെ മുദ്രകുത്താൻ പറ്റും. അങ്ങനെ പല ആൾക്കാരും ആ രീതിയിൽ എന്താ പറയുക തേജോവധം ചെയ്യാൻ ഉപയോഗിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് നേരിട്ട് സർക്കാർ ചെയ്തില്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഹാൻഡിലുകൾ പല ആൾക്കാർ രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തിൻ്റെ ഈ പേരിൽ എന്ത് പറഞ്ഞാൽ രണ്ടാമത് പറഞ്ഞ രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തുന്ന കാര്യം സർക്കാരിന് വിമർശനം ഉന്നയിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പറയായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ തരൂര് രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തപ്പെട്ടില്ലെങ്കിലും തരൂരും പലപ്പോഴും വിമർശന വിധേയമായിട്ടുള്ള ആളാണ് ഒരു കാലഘട്ടത്തിൽ. അതൊന്നും അദ്ദേഹം പരാമർശിക്കുക ഓർക്കുകയും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഓർമ്മ എന്ന് പറയുന്ന സമയത്ത് അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഓർമ്മ പറയുമ്പോൾ നിലവിൽ എങ്ങനെയാണ് ഇത്തരം നിയമങ്ങൾ പ്രവർത്തിക്കുന്നത്, സമൂഹത്തിൽ എങ്ങനെയാണ് അടിയന്തരാവസ്ഥയുടെ സ്വഭാവം, അത് എനിക്കതിനകത്ത് കൗതുകരമായി തോന്നിയത് ഈ അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ ഭരണകൂടത്തിൻ്റെ അമിതാധികാര പ്രയോഗത്തിൻ്റെ പല ഉദാഹരണങ്ങൾ ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഈ നിർബന്ധിത വന്ധ്യീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്, എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പുതിയ കാലത്തെക്കുറിച്ച് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയും അതിൽ ജാഗരൂകരാവണം എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഈ കാലഘട്ടത്തിലുള്ള ഒരു എക്സസിനെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നില്ല. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ UAPA പ്രകാരം ജയിലിലടയ്ക്കപ്പെട്ട് എന്താ പറയുക പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്ന സ്റ്റാൻ സ്വാമിയെക്കുറിച്ച്, അങ്ങനെ ഒരു തരത്തിലുള്ള എക്സസിനെ കുറിച്ചും, ബുൾഡോസർ രാജിനെക്കുറിച്ച്, അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ചേരി നിർമ്മാർജ്ജനം ചെയ്തതിനേക്കാൾ ഭീകരമായിട്ടാണ് പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ബുൾഡോസർ രാജ് നടക്കുന്നത്. ഇതിനെക്കുറിച്ചൊന്നും അദ്ദേഹം അതിൽ സൂചിപ്പിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം വളരെ സട്ടിലായിട്ട് ഇത് ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ട്, അതായത് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമോ ഒരുപക്ഷെ അടിയന്തരാവസ്ഥയേക്കാൾ മുകളിൽ നിൽക്കുന്നതോ ആയൊരു സാഹചര്യം ഇവിടെ നിൽക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് എങ്ങനെയാണോ മാധ്യമങ്ങൾ നിയന്ത്രിക്കപ്പെട്ടത് അതുപോലെ ഇപ്പോഴും നിയന്ത്രിക്കപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്, നേരിട്ട് പറയുന്നില്ല. ജുഡീഷ്യറി തൽക്കാലത്തേക്കാണെങ്കിലും അതിൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നത് ജനാധിപത്യത്തെ അപകടപ്പെടുത്തുമെന്ന് അദ്ദേഹം അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെ ഉണ്ടോ ഇല്ലയോ, ഇപ്പോൾ ഏതെങ്കിലും കേസുകളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടക്കും, അതിനെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നില്ല. എനിക്കതാണ് തോന്നിയത്. ഇത് വലിയ എക്സസുകളെക്കുറിച്ച് പറയുകയും ഇവിടെ അത് മൗനം പാലിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു പ്രോബ്ലം. തന്ത്രപരമായിട്ട് നിലപാട് കഴിഞ്ഞ കുറച്ചു കാലം ശശി തരൂർ സ്വീകരിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒരു വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് അതിന് ശക്തമായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ശശി തരൂരിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഈ എന്താ പറയുക മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ ഇലക്ഷൻ മത്സരിക്കുകയും അതിനുശേഷം തോൽക്കുകയും അദ്ദേഹത്തിന് പ്രസിഡന്റ് ആവാൻ പറ്റുന്ന സാഹചര്യത്തിൽ വളരെ മതനിരപേക്ഷ നിലപാടെടുത്തുകൊണ്ട് സർക്കാരിൻ്റെ പല ചെയ്തികൾക്കെതിരെ, കേന്ദ്ര സർക്കാരിൻ്റെ പല നടപടികൾക്കെതിരെ വളരെ കൃത്യമായി വിമർശനം ഉന്നയിച്ചിരുന്ന ഒരാളാണ് ശശി തരൂർ. നമുക്കെല്ലാവർക്കും അറിയാം. ആ മതനിരപേക്ഷ ഇമേജ് ശശി തരൂരിന് പ്രതിച്ഛായ കേരളത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ UDFിനകത്ത് ഘടകകക്ഷികൾക്ക് പോലും ഒരുപാട് സ്വീകാര്യനായത് ശശി തരൂർ. വളരെ കൃത്യമായ നിലപാട്, ആ നിലപാടിൻ്റെ ഒരു സവിശേഷത എല്ലാവരും ഉൾക്കൊള്ളുകയും ആ നില അവരുടെ അംഗീകാരം ശശി തരൂരിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ സമീപനത്തിൽ കുറച്ച് അയവ് വരുത്താനാണ് തുടങ്ങുന്നത്. കുറച്ചല്ല നല്ല രീതിയിൽ അയവ് വരുത്താൻ അദ്ദേഹം ഗവൺമെൻറ്റിനെ പ്രകീർത്തിക്കുകയും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഗവൺമെൻറ്റിനെ തുറന്ന് പിന്തുണയ്ക്കണം. അത് ഞാൻ പറഞ്ഞ ഗവൺമെൻറ്റിനെ തുറന്ന് പിന്തുണയ്ക്കുക എല്ലാവരും പിന്തുണച്ചിട്ടുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെൻറ് നടപടികളെ പിന്തുണച്ചു. പക്ഷേ ഇദ്ദേഹം അതിൻ്റെ അപ്പുറം കടന്നുകൊണ്ട് പല നടപടികളും മുമ്പ് UAPA ഗവൺമെൻറ്റിൻ്റെ ചില നടപടികൾ പോലും വിസ്മരിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ് പ്രകീർത്തിക്കുകയും പ്രത്യേകിച്ച് നരേന്ദ്രമോദി വ്യക്തിപരമായി തന്നെ പ്രകീർത്തിക്കുന്ന തരത്തിലേക്ക് അഭിപ്രായം പ്രകടനം നടത്തണം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലേഖനം സ്വഭാവം കാണാൻ പറ്റും. ഒരു ഭാഗത്ത് അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ഓർമ്മകൾ പുതുക്കുമ്പോൾ അതിന് വിമർശിക്കുമ്പോഴും ചില സൂചന തരികയും അതേസമയം ഒരു ഒരു മൗനം പാലിക്കുക, അതേസമയം നാളെ പറഞ്ഞു വെച്ചാൽ ഞാൻ ചില ഇന്ന കാര്യം പറഞ്ഞില്ലേ എന്ന് പറയാനുള്ളൊരു ഇതും. അപ്പോൾ ഒരു ആർജവം ഇല്ലേ അതിൻ്റെ അകത്തുണ്ട്. ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ള ഒരു ധ്വനിപ്പിക്കാം, അതേസമയം പറയേണ്ട സ്ഥലത്ത് പതിവ് പോലെ അദ്ദേഹം പറയാറുണ്ട്, ലേഖനം പ്രസിദ്ധീകരിച്ച് വിവാദമായി കഴിഞ്ഞാൽ അതെൻ്റെ ലേഖനം കൃത്യമായിട്ട് വായിക്കാത്തതുകൊണ്ടാണ്. പറയാറുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അഭിമുഖം അവസാനം ഇന്ത്യൻ എക്സ്പ്രസ് അഭിമുഖം നടത്തിയ തെറ്റാണെന്ന് മുമ്പ് സ്ഥാപിക്കുകയും ചെയ്തു. ഇതൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യം ഇതാണ്. അപ്പോൾ ഒരു അവ്യക്ത ഒരു തന്ത്രപരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പരമായിട്ടുള്ള ഒരു അവ്യക്തം നിർത്തി കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് അങ്ങനെ വ്യാഖ്യാനിക്കാം. പക്ഷെ അങ്ങനെ വ്യാഖ്യാനിക്കാതിരിക്കാനായിട്ട് ശശി തരൂർ ചെയ്യേണ്ട കാര്യത്തിന് പ്രതിപക്ഷത്തിലെ MP ആണ്, കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ സ്ഥാനത്തേക്ക് മത്സരിച്ച ആളാണ്. അപ്പോൾ കോൺഗ്രസ് സമുന്നതനായ നേതാവാണ്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ആ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ആൾ പറയുമ്പോൾ ഒരു നിഷ്പക്ഷം പറയുന്ന പോലെയല്ലോ, ഒരു രാഷ്ട്രീയ നിരീക്ഷണം പറയുന്ന പോലെ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളാണ്. ആ പിന്തുണയോടുകൂടിയാണ് 4 തവണ MP ആയതും. അതിനും അദ്ദേഹത്തിൻ്റെ ന്യായമുണ്ട്. അദ്ദേഹം പറയുന്നത് ഞാൻ പാർട്ടി വക്താവായിട്ടല്ല സംസാരിക്കുന്നത്, ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുക എന്ന് പറയും. പക്ഷേ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ലേഖനം എഴുതാൻ പറ്റുമോ?
അല്ല, കോൺഗ്രസിൻ്റെ സംസ്കാരം വെച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് പല അഭിപ്രായം വ്യത്യാസം പറഞ്ഞ ആൾക്കാർ, പക്ഷേ അതല്ല, അതിനപ്പുറത്ത് അത് കോൺഗ്രസ് എപ്പോഴും പറയുന്ന വിശാലമായ ജനാധിപത്യ കാഴ്ചപ്പാടുള്ള പാർട്ടിയാണ് ഞങ്ങൾ, അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ ഇതല്ല ഇത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും അത് കോൺഗ്രസിനകത്തുള്ള ചില ചേരിപ്പോരുകൾക്ക് ഉപയോഗിക്കുന്ന കാര്യമാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ അപ്പുറത്തേക്ക് ഒരു പാർട്ടി പ്രകൃതിക്കാൻ ഒരിക്കലും അത് ഉപയോഗിക്കാറില്ല. അവർ അവൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതല്ലാതെ ഇതല്ല. ഇത് നിഷ്പക്ഷ നിരീക്ഷക നിലയ്ക്ക് അദ്ദേഹം ഉപയോഗിക്കുന്ന കാര്യത്തിന് തികച്ചും ഏത് രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ആ പാർട്ടിക്കെതിരെ പറയുന്നവരാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ആ രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് നമുക്കും ഇപ്പോൾ ED ഉപയോഗിക്കുന്ന കാര്യം ഈ സമയത്ത് പറയേണ്ടല്ലേ, കാര്യം അദ്ദേഹത്തിൻ്റെ നേതാവിനെതിരെ ED ഉപയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ഭരണകൂടത്തിൻ്റെ ഏജൻസികൾ എങ്ങനെയാണ് സർക്കാരിൻ്റെ ഏജൻസികൾ ഇതുപോലെ സർക്കാരിൻ്റെ നേതാക്കളെ അറസ്റ്റ് കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ED എന്ന ആയുധം ഇന്ന് ഉപയോഗിക്കുന്ന വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. സ്വന്തം നേതാവിനെതിരെ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കെതിരെ ED ഉപയോഗിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നില്ല. അപ്പോൾ ഇത്തരം മൗനങ്ങൾ അതേസമയം തന്നെ അദ്ദേഹത്തിന് പറയാൻ പറ്റും, ഇത് ഞാനതൊക്കെ പറഞ്ഞില്ലെന്ന് ധ്വനിപ്പിക്കാൻ. പക്ഷേ അങ്ങനെ ധ്വനിപ്പിക്കേണ്ടല്ലോ, വ്യക്തമായ സ്ഥലത്ത്. അതാണല്ലോ രാഷ്ട്രീയ നേതാവിൻ്റെ പ്രത്യേകത. പ്രത്യേക അടിയന്തരാവസ്ഥ സമയത്ത്, അടിയന്തരാവസ്ഥ 50-ാം വർഷത്തെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഈ കാര്യം വ്യക്തമായി പറയാൻ ബാധ്യതപ്പെട്ട ഒരാളാണ്, നിഷ്പക്ഷ നിരീക്ഷകനല്ല. അപ്പോൾ ഈ തന്ത്രപരമായിട്ടുള്ള മൗനം നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല നിലപാട് നോക്കുമ്പോൾ കാര്യം അവിടെയാണോ ഇവിടെയാണോ എങ്ങോട്ട് പോകുന്നൊക്കെ നിലപാട് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു നമ്മളെ സംബന്ധിച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അദ്ദേഹം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായ എങ്ങനെ ബാധിച്ചു എനിക്കറിയില്ല. പക്ഷേ കേരളത്തിൽ അദ്ദേഹം കേരള സംസ്ഥാനത്ത് വരുന്നതാണ്. കേരള സംസ്ഥാനം അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ നന്നായി ബാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പഴയ പ്രതിച്ഛായ ഒന്നല്ല ഉള്ളത്. ഈ പെഹൽഗാം ദാമോദർ പ്രസാദ് പെഹൽഗാം സൂചിപ്പിച്ചുകൊണ്ട്, പെഹൽഗാം ഉണ്ടായ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയമല്ല, രാജ്യത്തിൻ്റെ ഒപ്പം നിൽക്കേണ്ട സമയമാണ്, ഭരണകൂടം എടുക്കുന്ന തീരുമാനങ്ങളെ പിന്തുണയ്ക്കേണ്ട സമയമാണ് എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അത് ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയത്താണ് ചോദിക്കേണ്ടത് എന്നാണ് അതിന്ന് നമുക്ക് മനസ്സിലാവുക. എനിക്ക് തോന്നുന്നു ആ സെൻറ്റൻസിൽ അതുകൂടി ഉണ്ട്, ലേറ്റർ എന്നുകൂടെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നീട് ഈ ചോദ്യങ്ങളാവാം എന്നോ മറ്റോ. അങ്ങനെയാണ് ഇപ്പോൾ ഏതാണ്ട് 3 മാസം ആവാറായി പെഹൽഗാം ആക്രമണം കഴിഞ്ഞിട്ട്. 26 പേരുടെ ജീവനെടുത്ത ആക്രമണം നടന്നിട്ട് അതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായോ, ഇൻ്റലിജൻസ് വീഴ്ച ഉണ്ടായോ, അതിൽ ആക്രമണം നടത്തിയ ആളുകളെ പിടികൂടാൻ കഴിഞ്ഞോ, അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചോ? ഇത്തരം ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ശശി തരൂരിനെ പോലെ ഒരാൾ ചോദിക്കേണ്ടതല്ലേ? തീർച്ചയായും ചോദിക്കേണ്ട, ശശി തരൂർ ആൾ ചോദിക്കേണ്ടതാണ്. മാത്രമല്ല ഈ അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം വെച്ചുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ചു. തീർച്ചയായിട്ടും ആ ഇന്ത്യക്ക് സംസാരിച്ച കാര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹം ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ അതിന് വേറെ ഫലം കിട്ടും. കാര്യം ഇന്ത്യക്ക് വേണ്ടി പുറത്തുപോയി സംസാരിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചോദ്യം ഇവിടെ ഉന്നയിക്കുമ്പോൾ ആ ഉന്നയിക്കുന്നതിനെ ഇവർക്ക് നിരാകരിക്കാനും പറ്റില്ല. അപ്പോൾ ആ നിലയ്ക്ക് പക്ഷേ ആ ചോദ്യം ഉന്നയിക്കുന്നതിൻ്റെ അകത്ത് രാജീവ് കാണുന്നൊരു ഈ അവ്യക്തത ഭയങ്കരമാണ്. ഈ അവ്യക്തത എന്ന് പറയുന്നത് അദ്ദേഹം എന്തൊക്കെയോ ലക്ഷ്യം വെക്കുന്നുണ്ട്. ആ ലക്ഷ്യം എന്താണെന്ന് അദ്ദേഹത്തിന് വെളിപ്പെടുത്താൻ സാധിക്കില്ല. കാര്യം അദ്ദേഹം എന്നൊരു ഗെയിം കളിക്കുന്ന പോലെ നമുക്ക് അനുഭവപ്പെടുന്നത്. അത് ഇൻഎക്സ്പ്രസിൻ്റെ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇല്ലയെന്ന് സ്ഥാപിക്കുകയും ചെയ്തെങ്കിൽ കൂടി നമ്മളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അദ്ദേഹത്തിന് BJPയോട് ചായ്വ് വരികയാണോ, അദ്ദേഹം ഏതെങ്കിലും ഉന്നത സ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ടോ, അതേസമയം കേരളത്തിന് മുഖ്യമന്ത്രിയാവാൻ വേണ്ടി കേരളത്തിലെ UDFൻ്റെ മുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കുകയാണോ, ഇതല്ല വേറെ. അവിടെയാണ് എൻ്റെ സംശയം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നലത്തെ ഈ സർവേ റിപ്പോർട്ട്, ഒപ്പീനിയൻ പോള്, അതിൻ്റെ ഫലം അദ്ദേഹത്തിൻ്റെ എക്സിൽ പങ്കുവയ്ക്കുമ്പോഴാണ് ബാക്കിയുള്ള ആളുകൾ മുഴുവൻ അറിയുന്നത് ഇങ്ങനൊരു സർവേ നടന്നു, അതിൻ്റെ ഫലം ഇതാണെന്നൊക്കെ അറിയുന്നത്. അതിനുശേഷം ഈ പൊതുവിൽ അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിലപാടും അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലവുമായി ബന്ധപ്പെടുത്തി നമ്മൾ വായിക്കണോ? കാരണം തൻ്റെ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ ഇമേജ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഗുണം ചെയ്യും എന്ന് ഒരുപക്ഷെ തരൂർ നേരായോ തെറ്റായോ ധരിക്കുന്നുണ്ടാവുമോ? സോഫ്റ്റ് ഹിന്ദുത്വ ഇമേജ് കേരളത്തിൽ എത്രമാത്രം ഗുണം ചെയ്യുന്ന UDF സംബന്ധിച്ച് എത്രമാത്രം ഗുണം ചെയ്യുന്ന സംശയമുണ്ട്. കാരണം UDFൻ്റെ ഘടകകക്ഷി UDFനല്ല, തരൂരിൻ്റെ മാത്രം. അല്ല, തരൂർ ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചൊരു മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത വളരെ കുറവാണ്. തരൂരിൻ്റെ ലീഡർഷിപ്പിൽ UDF മത്സരിക്കുന്നു. തരൂരിൻ്റെ ഈ സോഫ്റ്റ് ഹിന്ദുത്വ ഇമേജ് ഉപയോഗപ്പെടുത്താൻ ധരിക്കുന്നുണ്ടാവും. തരൂർ അങ്ങനെ അനുമാനിക്കുന്നുണ്ട്. പക്ഷേ UDF എന്ന് പറഞ്ഞ സംവിധാനമാണല്ലോ, അതിനകത്ത് പല ഘടകകക്ഷികളുണ്ട്, ഘടകകക്ഷികൾക്ക് പല രാഷ്ട്രീയ നിലപാടുണ്ട്. UDFൻ്റെ എല്ലാ കാലത്തും UDFൻ്റെ നേതൃത്വം എന്ന് വിളിക്കുന്നത് ഈ മതനിരക്ഷണ പ്രതിച്ഛായ നിലനിർത്താൻ ശ്രമിക്കുന്നവരാണ്. അതിന് എല്ലാ കാലത്തും പഴയ ലീഡർഷിപ്പാണെങ്കിൽ എല്ലാ കാലവും അവർ ആ ഒരു നിലപാടിൽ അതിൽ ഒരു തരത്തിൽ കുറച്ചെങ്കിലും ആ ഒരു എന്താ പറയുക മതനിരക്ഷണ നിലപാടുള്ള സമയത്ത് തന്നെ ഒരു ഇപ്പോൾ ഈ എന്താ പറയുക ഈ രാജ്യസൂയ മൃദു ഹിന്ദുത്വം എന്നൊക്കെ സ്വഭാവത്തിൽ വില വിശദീകരണം വന്നിട്ടുള്ള ഏക്കാനയുടെ ഭാഗത്താണ്. അപ്പം അത് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. കാര്യം അത് മൃദു ഹിന്ദുത്വം വിളിക്കണമെന്നല്ല, എന്തായാലും
അതിൻ്റെ അകത്ത് തന്നെ ഘടകകക്ഷികൾക്കകത്ത് തന്നെ വിയോജിപ്പ് ഉയർന്നു. അപ്പോൾ അങ്ങനെ പക്ഷേ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ കാണിച്ചില്ല. ഈ പുറത്ത് LDFിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ സ്ഥിതി. അപ്പോൾ കേരളത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആഗ്രഹിക്കുന്ന ആളുടെ നിലപാട് കേരളത്തിൽ പൊതുവെ സ്വീകാര്യമായിട്ടുള്ള, കേരളത്തിൻ്റെ രാഷ്ട്രീയ ഒരു വ്യവസ്ഥ നോക്കുമ്പോൾ, കേരളത്തിലെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് BJP നേരിടുന്ന പ്രശ്നം അതാണല്ലോ. ഇനി സോഫ്റ്റ് ഹിന്ദുത്വമാണെങ്കിൽ പോലും അത് വലിയ തോതിൽ വിജയിക്കണമെന്നും ഇല്ല. കേരളത്തിൽ മതനിരപേക്ഷ നിലപാടിന് വലിയ സ്വാധീനവും വലിയ പ്രാധാന്യമുണ്ട്. ആ നിലപാട് തന്നെയാണ് ശശിധരന് തൊട്ട് കുറച്ച് കാലം മുമ്പേ ശശിധരൻ കേരള പര്യടനത്തിൽ ഇറങ്ങിയപ്പോൾ ശശിധരന് കിട്ടിയ അംഗീകാരം എന്തായിരുന്നു? ഈ നിലപാടിൻ്റെ പുറത്താണ്. അന്ന് നരേന്ദ്രമോദി സർക്കാർ വിമർശിക്കുന്ന ആൾ, കേന്ദ്ര ഗവൺമെൻറ് വിമർശിക്കുന്ന ആളെന്നുള്ള അംഗീകാരത്തിൻ്റെ പുറത്താണ് എല്ലാവർക്കും സ്വീകാര്യനായത്. ആ സ്വീകാര്യതയ്ക്ക് ഇന്ന് കാര്യമായ ഭ്രംശം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സോഫ്റ്റ് നിലപാട് ശശിധരന് ചിലപ്പോൾ ഗുണം ചെയ്തിരിക്കും. അദ്ദേഹത്തിന് ഏതെങ്കിലും പ്രത്യേക കണ്ടുവച്ചാൽ മണ്ഡലം ഉണ്ടായിരിക്കാം. തിരുവനന്തപുരത്തോ പാലക്കാട് ഏതെങ്കിലും മണ്ഡലം കണ്ടുവച്ചാൽ എനിക്കറിയില്ല. ആ മണ്ഡലത്തിൽ ചിലപ്പോൾ സ്വീകാര്യ വർക്ക് ചെയ്യുമോ എനിക്കറിയില്ല. പക്ഷേ കേരളത്തിലെ മൊത്തം സ്ഥലത്ത് ഒരു സംവിധാനത്തെ മുഖ്യമന്ത്രിയാവണമെങ്കിൽ ഘടകകക്ഷികളും അംഗീകരിക്കണം, അതിന് സംവിധാനത്തെ ഭാഗമായിരിക്കണം. ആ ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കാനുള്ള മൂല്യങ്ങളൊന്നും ഈ പറഞ്ഞ നിലപാടുകൾക്ക് ഉണ്ടെന്ന് തോന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് തമാശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്വയം തന്നെ അദ്ദേഹത്തിൻ്റെ അപകർഷതാബോധമൊക്കെ ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കാര്യം ഇത്രയും വലിയ നേതാവ്, ഇത്രയും വിശ്വപ്രതിച്ഛായുള്ള നേതാവിന് ഇങ്ങനെയൊക്കെ രീതിയിൽ സ്വന്തം ട്വിറ്ററിൽ ഞാനാണ് മുഖ്യമന്ത്രിയൊക്കെ പ്രചരിപ്പിക്കേണ്ടി വരിക എന്ന് ആലോചിച്ച് നോക്കുക. അതിലൊരു പ്രശ്നം, ഇതിപ്പോൾ അദ്ദേഹം ആദ്യമായി തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുമ്പോൾ രാഷ്ട്രീയത്തിൽ അത്ര പരിചയമൊന്നുമില്ല. കോൺഗ്രസിൽ തന്നെ വലിയ എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം മത്സരിച്ച് ജയിച്ചുപോയി. കേന്ദ്രത്തിൽ വിദേശകാര്യ സഹമന്ത്രിയായി. പിന്നീട് സ്ഥാനം നഷ്ടമായെങ്കിലും പിന്നീട് തിരിച്ചു വന്നു. അപ്പോൾ അദ്ദേഹം സ്വന്തം വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ UN ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചയാൾ, വലിയ എക്സ്പോഷറുള്ള ആൾ. അപ്പോൾ കുറേ കാലമായിട്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പദവികളില്ല, പൊസിഷൻസ് ഇല്ല. കുറെ കൂടെ വലിയ റോൾ കൈകാര്യം ചെയ്യാൻ തനിക്ക് സാധിക്കും എന്നൊക്കെ തോന്നുന്നുണ്ടാവില്ലേ? അതിൻ്റെയൊക്കെ ഭാഗമായി കൂടെ ഇത് അല്ല, അങ്ങനെ തോന്നുന്നതിൽ തെറ്റില്ല. അദ്ദേഹം വലിയ പദവികളിലിരുന്നു. പക്ഷേ പദവികളിലൊക്കെ പോയി കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനമാണെങ്കിലും UN സെക്രട്ടറി ജനറൽ സ്ഥാനമാണെങ്കിലും അദ്ദേഹം മത്സരിച്ച് തോൽക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിന് മത്സരിക്കാനും അങ്ങനെ തോന്നാനുള്ളൊക്കെ അവകാശമാണ്. പക്ഷേ ഈ വോട്ട് ചെയ്യുന്നവർക്കും ഒക്കെ അതുപോലെ തന്നെ തിരിച്ചു തോന്നണമല്ലോ, അദ്ദേഹം ഈ സ്ഥാനത്ത് പദവിക്ക് അർഹനാണ്. അത് അർഹനാണെന്ന തോന്നലിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഒരാൾ രണ്ടുപേരും മത്സരിക്കുമ്പോൾ ആരാണ് കൂടുതൽ അർഹൻ എന്നൊരു തോന്നലും കൂടി ഈ വോട്ട് ചെയ്യുന്നവർക്കും പിന്തുണയ്ക്കുന്നവർക്കുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ചിന്തിക്കാനുള്ള അവകാശമാണ്. അങ്ങനെ വിചാരിക്കാൻ വലിയ റോൾ വഹിച്ചാണ്, അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള ആളാണ്, അതൊക്കെ തോന്നാം. പക്ഷേ അത് ഒരു സംസ്ഥാനത്ത് അനുഗുണമാണോ? അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു കേരളത്തിലും ഇന്ത്യയിലും രാഷ്ട്രീയ വ്യവസ്ഥയിൽ നിൽക്കുന്നത് രാഷ്ട്രീയ പാർട്ടി സംവിധാനത്തിലൂടെയാണ് രാഷ്ട്രീയം ഇന്ത്യയിൽ പ്രവർത്തനമാവുന്നത്. ആ പാർട്ടിയുടെ മൂല്യങ്ങൾ, ആ പാർട്ടി ഉയർത്തിപ്പിടി രാഷ്ട്രീയ ബന്ധപ്പെട്ട് നിൽക്കുന്നതായിരിക്കണം. അത് പ്രവർത്തിക്കുന്ന മുന്നണിയുടെ രാഷ്ട്രീയ ബന്ധപ്പെട്ട്, അല്ലാതെ പിന്നെ ഒരു വ്യക്തിഗതമായ രാഷ്ട്രീയത്തിന് ഇപ്പോൾ ഹൈലി ഇൻഡിവിജ്വലിസ്റ്റിക്കായ പൊളിറ്റിക്സാണ് വേറെ തരത്തിൽ ഉദാരവാദത്തിൻ്റെ വേറെ എക്സ്ട്രീം പൊളിറ്റിക്സാണ് തരൂർ പ്ലേ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് അത്ര കേരളം പോലെ സ്ഥലത്ത് വില പോലെ, കേരളത്തിൽ ഇന്ത്യ തന്നെ വില പോകാത്ത രാഷ്ട്രീയമാണ്. കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് നേതൃത്വം വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പണ്ട് നമ്മൾ കണ്ട പോലെ ഈ പല മുന്നണി സംവിധാനത്ത് വരുമ്പോൾ ഈ നമ്മൾ ഒരു 90കളിലൊക്കെ ഉണ്ടായ അല്ലെങ്കിൽ 80കളുടെ അവസാനത്തിലുണ്ടായ സംവിധാനം പോലെ ഏതെങ്കിലും ഒരാൾ പ്രധാനമന്ത്രിയാവാൻ ശ്രമിക്കുന്ന ഇതിലുള്ള ചിലതുണ്ടായിരുന്നു. പക്ഷേ രാജീവ് ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യത്തിൻ്റെ അകത്ത് ഇത്രയും വലിയ റോള് വഹിച്ച ആൾ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയേക്കാൾ പ്രധാനമന്ത്രി റോളെന്താ കാര്യം? കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിച്ചു, UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ആൾക്ക് എന്തുകൊണ്ട് ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കാംക്ഷിച്ചുകൂടാ? അദ്ദേഹത്തിന് ഏറ്റവും അനുയോജ്യമായതല്ലേ? കാര്യം അദ്ദേഹത്തിന് അന്താരാഷ്ട്ര ബന്ധം, കേരള പോലെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാവുന്നേക്കാൾ എത്രയോ ഉയർന്ന പദവിയല്ലേ? അദ്ദേഹം വിരാജിച്ചതുകൊണ്ട് അത്രമേല എന്തുകൊണ്ട് ആഗ്രഹിക്കാത്ത? അതിനെക്കുറിച്ച് അദ്ദേഹം വലിയ ആകാംക്ഷകളൊന്നും കാണുന്നില്ലല്ലോ. ഒരുപക്ഷെ പ്രധാനമന്ത്രിക്ക് മുകളിലുള്ള ഏതെങ്കിലും, ടെക്നിക്കലി എങ്കിലും പ്രധാനമന്ത്രിക്ക് മുകളിലുള്ള ഏതെങ്കിലും പദവിക്ക് വേണ്ടിയിട്ടാണെങ്കിലോ. ഇപ്പോൾ ഇന്ന് മുരളീധരൻ ചോദിച്ചല്ലോ ഏത് പാർട്ടിയിലാണെന്ന് തരൂർ തന്നെ വ്യക്തമാക്കട്ടെ എന്ന്. നിരന്തരം ഇത്തരം ശ്രമങ്ങൾ നടത്തുകയും ഇത്തരം പ്രൊവോക്കേഷൻസ് ഉണ്ടാക്കുകയും അവസാനം കോൺഗ്രസിന് ശശി തരൂരിനെ പുറന്തള്ളേണ്ടി വരികയും ചെയ്യുകയാണെങ്കിൽ അതൊരു ചാൻസ് ആയിക്കൂടെ ശശി തരൂർ? അതാണ് ശശി തരൂർ ഒരുപക്ഷെ വളരെ അത്തരം ടാക്ടിക്സ് ഉണ്ടായിരിക്കാം. കാരണം കോൺഗ്രസിനോട് നിരന്തരമായി കോൺഗ്രസ് ലീഡർഷിപ്പ് പ്രകോപിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ പുറത്തായി കഴിഞ്ഞാൽ അത് രണ്ട് തരത്തിൽ ഒരു ലിവറേജ്. ഒന്ന്, ഒരു സഹതാപം പോലെ തൻ്റെ മണ്ഡലങ്ങളിലും തൻ്റെ ബന്ധമേഖലകളിലൊക്കെ ഒരു സിമ്പതി ജനറേറ്റ് ചെയ്യാം. രണ്ടാമതായിട്ട് അത് തീർച്ചയായിട്ടും BJPയിലേക്ക് പോകാനുള്ള ഒരു അവസരം തന്നെ അക്കാഡമിക് പൊസിഷൻ എടുത്ത് ലേഖനങ്ങൾ എഴുതുകൊണ്ട് തന്നെ പുറത്താക്കി. ഇന്ത്യ എക്സ്പ്രസിൽ പറയുന്നുണ്ട്, ഞാൻ പുസ്തകങ്ങൾ മാത്രം എഴുതാൻ വിചാരിച്ചിട്ടുള്ള പുസ്തകങ്ങൾ മാത്രമേ എഴുതുള്ളൂ, അല്ലാണ്ട് രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണ്. അങ്ങനെയൊക്കെ ഒരു ഇമേജ് ഒരു ഭാഗത്ത് നിലനിർത്തുന്ന ആൾക്ക് ഇത് പറയാൻ അവസരം കിട്ടും. പക്ഷേ കോൺഗ്രസ് അത്ര വിവേകശൂന്യത പാർട്ടി ആയിരിക്കില്ല. കാര്യം ദീർഘകാല പാരമ്പര്യം ഈ കളിച്ച് പ്രായോഗിക രാഷ്ട്രീയത്തിൽ തടക്കമുള്ള ഒരു ആൾക്കാരാണല്ലോ ഇത്. രാഹുൽ ഗാന്ധിക്ക് ഒരു മുരളീധരൻ പറയുന്നത് അദ്ദേഹം വ്യക്തമാക്കട്ടെ. ഇവരൊക്കെ കോൺഗ്രസ്സുകാർ അത്ര മോശമല്ലോ. കാര്യം രാഹുൽ ഗാന്ധിക്ക് ചില പരിചയക്കുറവുണ്ട്. പക്ഷേ അതിലിപ്പോഴും ഈ പരിചയസമ്പന്നരായ ആൾക്കാരുണ്ട്. അവർക്കറിയാം ഇതെന്താ അവിടേക്ക് ചാടുന്നുള്ളതുകൊണ്ട് അവരൊരിക്കലും അദ്ദേഹത്തെ പുറത്താക്കുന്നത് കൊണ്ടില്ല. കാര്യം ചിലപ്പോൾ അവർ നിർണായക സന്ധിയിൽ ഒരു ഘട്ടത്തിൽ ചെയ്യുമായിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ ചെയ്യുന്നുണ്ട്. കാര്യം അവർക്കറിയാം ഏത് നിലയ്ക്കാണെന്ന് അതിൻ്റെ ഗുണം കോൺഗ്രസിന് കിട്ടില്ല എന്ന് അറിയുന്നതുകൊണ്ട്
അവർ ചിലപ്പോൾ അത് ബ്ലെയിം. പക്ഷേ അത് ശശി തരൂർ അതും കൂടി മനസ്സിലാക്കണം. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം രാജീവിൻ്റെ അകത്ത് ഈ ഇത്തരം ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഇമേജിനെ ബാധിക്കുന്നുണ്ട് വേറെ തരത്തിൽ. കാര്യം ഒരു അവ്യക്തതയാണ്. ഈ അദ്ദേഹം വലിയ എഴുത്തുകാരനായിട്ട് സ്വയം പ്രതിഷ്ഠിക്കുകയും ഇതുപോലെ പറയുമ്പോഴും സംഭവിക്കുന്നത് എന്താണ്, അദ്ദേഹം എല്ലാവരും പറഞ്ഞു തുടങ്ങിയിട്ടുള്ള കാര്യം ഒരു അവസരവാദന സ്വഭാവത്തിൻ്റെ അകത്തുണ്ട്. കാര്യം ഇന്നൊന്ന് പറയുന്നു, ഇന്ന് പ്രകീർത്തിക്കുന്നു, അടിയന്തരാവസ്ഥ വെച്ച് ഒന്ന് പറയുന്നു, അതിന് ധ്വനിപ്പിക്കുന്നു, നാളെ വ്യാഖ്യാനിക അവസരം നൽകുന്നു, കോൺഗ്രസിനെ എതിർക്കുന്നു, കോൺഗ്രസിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയാതിരിക്കുന്നു, നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നു. ഇങ്ങനെ എന്ത് രാഷ്ട്രീയത്തിലേക്കാണ്? അപ്പോൾ ഇത് പറയുന്നൊരു വെറും ഒരു നിഷ്പക്ഷ നിരീക്ഷകനായിട്ട് രാവിലെ വൈകുന്നേരം എഴുതുന്ന ആളല്ല, ഒരു ജേർണലിസ്റ്റ് നിലയ്ക്ക് ഒരു അഭിപ്രായപ്രകടനം നടത്തുന്ന ആളല്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്നു. ആ രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ അതിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ 4 തവണ വോട്ട് ജയിച്ച ആൾ പാർലമെൻറ്റ് ആ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കേണ്ട ആളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ഷൻ ചെറുപക്ഷെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കാനുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ അപ്പോഴും ഒരു നൈതിക മൂല്യം കാണിക്കാൻ പാടില്ല. തന്നെ ഈ നിലയിൽ എത്തിച്ച ഒരാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് സ്വാധീനം കൊടുത്തൊരു ആ കോൺഗ്രസ് പാർട്ടിയാണ്. ആ കോൺഗ്രസ് പാർട്ടി ദേശീയ അധ്യക്ഷനാവാൻ പോയത് തീർച്ചയായും നമ്മൾ ആലോചിക്കുന്ന കാര്യം, മല്ലികാർജുൻ ഖാർഗെക്ക് പകരം ഇദ്ദേഹമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും കോൺഗ്രസ് സ്ഥിതി? BJP നേരിടാൻ പോലും പ്രാപ്തമായിരുന്നല്ലോ. മല്ലികാർജുൻ ഖാർഗെ ഉന്നയിക്കുന്ന വാദത്തിൻ്റെ ഒരു അരികിൽ പോലും ഇദ്ദേഹം പറ്റില്ല. ഒരു പക്ഷേ ഈ ഘട്ടത്തിൽ കോൺഗ്രസ് കോംപ്രമൈസ് ചെയ്യപ്പെട്ടതിനെ ദേശീയ പാർട്ടി തന്നെ കോൺഗ്രസ് BJP കോംപ്രമൈസ് ചെയ്യപ്പെടുന്ന സ്ഥിതി എത്തിയാണ്. അദ്ദേഹം എന്ന് പ്രസിഡന്റെങ്കിൽ ഈ നിലപാടാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം സ്വീകരിച്ചെങ്കിൽ അതൊരു അപകടാവസ്ഥയിൽ കോൺഗ്രസിനെ കൊണ്ടെത്തിച്ചാൽ. അപ്പോൾ തീർച്ചയായും ആ കോൺഗ്രസിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് വിധി ഖാർഗെ അനുമതി തരുന്നത് ശരിയായിരുന്നു. നമ്മൾ ഇപ്പോഴത്തെ അവസാനം ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായക്കിടി ഉണ്ടാവുന്നു. ഈ പ്രതിച്ഛായക്കിടി ഉണ്ടാവുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നത് ഒരു മതനിരപേക്ഷ ജനാധിപത്യ സമ്പ്രദായത്തിൽ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു സൊസൈറ്റിക്കിടയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായക്ക് ഇടിവുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായക്ക് വലിപ്പമുണ്ടായിക്കൊണ്ടിരിക്കുന്ന വേറൊരു സൊസൈറ്റി അപ്പുറത്തുണ്ടല്ലോ. ആ സൊസൈറ്റിയാണല്ലോ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സൊസൈറ്റിയിൽ പ്രതിച്ഛായ ഉണ്ടാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും അതിൽ നിന്ന് എന്തെങ്കിലും ഫലം കിട്ടും വൈകാതെ എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടാവില്ലേ? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ വലിയൊരു അല്ല, അതാണ് എനിക്ക് ഒരു പക്ഷേ രാജീവിൻ്റെ ചോദ്യം വളരെ ശരിയായിട്ട് ചോദ്യമുണ്ട്. കാരണം ആ വലിയൊരു എക്സ്പെക്ടേഷൻ അദ്ദേഹത്തിനുണ്ടാകും. ആ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി മൂർത്തായി പറഞ്ഞാൽ BJP പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ മുന്നണിയിലേക്ക് അല്ലെങ്കിൽ BJPയിലേക്ക് അദ്ദേഹം ഒരു രീതിയിൽ മറ്റു രീതിയിൽ പോവുക. അത് ചിലപ്പോൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ BJPയുടെ തന്നെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് മാറാം. എന്നാലും BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനമായിട്ട് കയറുന്നവർ അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടുവരാം. അത് BJPക്ക് സ്വീകാര്യമാവും. BJPയെ സംബന്ധിച്ചോളം കോൺഗ്രസിൽ നിന്ന് BJPക്ക് അനുകൂലമായി പറയുന്നവരാണ് അവർക്ക് താല്പര്യം. അല്ലാണ്ട് BJPയുടെ ആൾക്കാരെ സ്ഥാനം കളഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിക്ക് ചെക്ക്മേറ്റ് ചെയ്യുന്ന നരേന്ദ്രമോദി അല്ലെങ്കിൽ നരേന്ദ്രമോദി തൊട്ട് പിൻഗാമികളായി വരാൻ പോണ പ്രധാനമന്ത്രി സ്ഥാനത്തുള്ളവർക്ക് ചെക്ക്മേറ്റായിട്ട് അതിലേക്ക് ഒരാൾ കടന്നവർ ഒരിക്കലും ആഗ്രഹിക്കും. കാര്യം സ്ഥാനമാനത്തെ കുറിച്ച് അവിടെ ഉണ്ടല്ലോ ഇതുള്ളത്. അവരെ കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ട് മത്സരിക്കുന്ന രാജേന്ദ്രശേഖർ തരൂരിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നാക്കില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതേ മാനേജ് ചെയ്യാനൊരു തന്ത്രം അദ്ദേഹം നോക്കുന്നുണ്ടാവാം. അതുകൊണ്ട് ശശിധരൻ്റെ ഈ മാനേജ്മെൻറ്റ് പ്രക്രിയ എത്രമാത്രം അദ്ദേഹത്തിന് മാനേജ്മെൻ്റ് ആവും ഡാമേജ്മെൻ്റ് ആവും കണ്ടറിയേണ്ട കാര്യമാണെന്ന് നിൽക്കുന്നത്. പക്ഷേ എന്നെ തോന്നുന്നത് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളമാണല്ലോ അദ്ദേഹത്തിൻ്റെ ബേസിക്കായിട്ട് സ്ഥലം എന്നുള്ളത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഗുണകരമല്ല. കേരളം ഇപ്പോഴും കഴിഞ്ഞ ദിവസം അദ്ദേഹം വിടുന്ന വാർത്തയാണ് UDFൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം നിലയ്ക്കാണല്ലോ, BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനമല്ല, കേരളത്തിൽ മുഖ്യമന്ത്രി നിലനിൽക്കുന്ന UDFൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ്. BJP തൽക്കാലം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു സാധ്യത എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ UDF സംവിധാനത്തിനകത്ത് ഇദ്ദേഹം നിലപാടുകൾ എത്ര സ്വീകരിക്കുന്നുണ്ട്? ഒരാൾ സ്വീകരിക്കില്ല. പിന്നെ ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ തന്നെ ഇദ്ദേഹത്തിന് നല്ല സ്വാധീനമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ തന്നെ അടിസ്ഥാന സ്വന്തം പാർട്ടി പ്രവർത്തകരുടെ സ്വാധീനം വേണ്ട. അവരുടെ ഇടയിൽ എന്ത് സ്വാധീനം അദ്ദേഹം ഉണ്ടാക്കണം ഈ നിലപാട് കൊണ്ട്? എനിക്കതിൽ കൂടുതൽ സംശയമുണ്ട് കാര്യമായിട്ടും. പറഞ്ഞ പോലെ രാജീവ് പറഞ്ഞ കാര്യമുണ്ട്, ഒരു മൃദു ഹിന്ദുത്വ കോൺസ്റ്റിറ്റ്യുവൻസി അഡ്രസ്സ് ചെയ്യുന്നിടത്ത് അദ്ദേഹത്തിന് ഒരു ആശയം രൂപീകരിക്കാൻ സാധിക്കും. പക്ഷേ അതിനപ്പുറം അതിനൊരു വലിയ തോതിലുള്ള സ്കോപ്പ് ഉണ്ടെന്നുള്ള അത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ ചിലപ്പോൾ വിജയകരമായി പ്രവർത്തിച്ചൊന്നും വരില്ല. കാരണം നാളെ അദ്ദേഹം വീണ്ടും പാർലമെൻറ്റ് മത്സരിക്കാൻ പോകണം ഇതേ മൃദു ഹിന്ദുത്വ നിലപാടാണെങ്കിൽ അപ്പുറത്ത് BJP ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. കാര്യം അദ്ദേഹം ജയിച്ചു വരുന്ന എപ്പോഴും സെക്കുലർ വോട്ട് ഉപയോഗിച്ചാണെന്ന് എല്ലാവർക്കും അറിയാം. സെക്കുലർ വോട്ടും ഇടതുപക്ഷ വോട്ടും പലപ്പോഴും തരൂരിനെ സഹായിച്ചുകൊണ്ടാണ് തരൂർ 4 തവണയും ജയിച്ചു വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ പ്രാവശ്യം പോലും പരാജയപ്പെടേണ്ടായിരുന്നു. ആ പരാജയത്തിന് നാളെ അതേപോലെ സിറ്റുവേഷൻ ആണെങ്കിൽ ഈ വോട്ട് ഒരിക്കലും സഹായിക്കാൻ പോകുന്നില്ല. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ശശിധരന് സ്വയം ഒരു ആലോചിക്കേണ്ട ആവശ്യമുണ്ട്. കാര്യം ഒരു ആത്മവിലയിരുത്തൽ ഈ ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിലേക്ക് കേരളത്തിൽ പ്രവർത്തിക്കാൻ ഉദ്ദേശമെങ്കിൽ അദ്ദേഹത്തിന് ആലോചിക്കേണ്ട. അതേസമയം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം വലിയ സ്ഥാനങ്ങളിലേക്ക് അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ നിലപാടുകൾ കുറച്ചും കൂടി സുതാര്യമാക്കി അവതരിപ്പിക്കണം, കുറച്ചും കൂടി സുതാര്യമായിരിക്കണം. കാര്യം തൻ്റെ താല്പര്യങ്ങൾ വ്യക്തമാക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരു വ്യക്തത വരുമല്ലോ ഇതിൻ്റെ പുറത്ത്. മുരളി ഇതിനും വളരെ ലളിതമായി ചോദിച്ച പോലെ അദ്ദേഹം ഏത് പാർട്ടിയിലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും തരൂർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് തീരെ മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ ലേഖനം വായിക്കുമ്പോൾ അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വിമർശിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥയുടെ പാഠങ്ങൾ ഇപ്പോഴും പാഠങ്ങൾ ഇപ്പോഴും നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രാജ്യദ്രോഹത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ പ്രകടമായി അത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ ഇത്തരം നടപടികൾ എന്ത് ലക്ഷ്യം മുൻനിർത്തിയാണ് എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.